ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥയെ അനുസരിച്ച് ബോച്ചെ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു മാതൃകയായിരിക്കുമെന്ന് വിശ്വസിക്കാനും അങ്ങനെ ആഗ്രഹിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എല്ലാം നമ്മുടെ ചെറിയ കുട്ടികളടക്കം കാണുന്നതാണ്. അവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു മനുഷ്യൻ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. ഞാനും ഇതിന് ശരിക്കും പറഞ്ഞ ഒരു വിക്റ്റിമായിട്ടുള്ള ആളാണ്. ഫസ്റ്റ് നിയമസഭാ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് അവിടെ പുസ്തകം വാങ്ങാൻ വന്ന അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ബാക്കി പുസ്തകങ്ങൾ എടുക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ആൺ പെൺ അല്ലെങ്കിൽ ഇതുവരെ ചർച്ച നടന്നിരുന്നത് പോലെ ഈ വിഷയത്തിൽ വസ്ത്രധാരണമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വേറെന്തെങ്കിലും രീതിയിലോ ഒന്നുമല്ല വിഷയം. അദ്ദേഹം അങ്ങനെയാണ് ഒരു കോമാളി വേഷം കെട്ടി കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ട് അശ്ലീലം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാതൃകയാവുക. അത് ആഘോഷിക്കാൻ ഒരുപാട് ആളുകളും അവനവൻ്റെ വീട്ടിലുള്ള സഹോദരിക്കോ പെങ്ങൾക്കോ ഭാര്യക്കോ പ്രശ്നം വരുമ്പോൾ മാത്രം ഈ കേരളത്തിലുള്ള ആളുകൾ പ്രതികരിക്കേണ്ടത്. ബാക്കിയുള്ള സ്ത്രീകളെയും ബഹുമാനിക്കാനുള്ള ഒരു മാന്യത എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ജാമ്യ വ്യവസ്ഥയും അദ്ദേഹത്തിന്റെ മാറ്റവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഷഹനാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ഷഹനാസ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബോച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ ഓൺലൈൻ വഴി അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് തോന്നിയത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഇത് കേട്ടപ്പോൾ നമുക്ക് അവർ ബോച്ചയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവേ നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആരെയും ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെയും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെയും ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് നമുക്ക് ആരെയും ഒരു പൊതുവേദിയിൽ വെച്ച് അവരെങ്ങനെയുള്ളവരായാലും അവരേത് തരത്തിലുള്ളവരായാലും അവർ എങ്ങനെ വസ്ത്രം ധരിച്ചു വന്നു എന്നവരായാലും ഒരാളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് ശരിയായ രീതിയല്ലല്ലോ. ഇനി ദ്വയാർത്ഥ പ്രയോഗമായാലും ഇനി എന്ത് പ്രയോഗം തന്നെ ആയാലും അത് ആണായാലും പെണ്ണായാലും നമ്മൾ ചെയ്യുന്നത് മോശം കാര്യമാണ് അല്ലേ. നമ്മൾ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാളെ വിളിച്ചു വരുത്തി അയാളെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ എഴുത്തുകാരി പറഞ്ഞ കാര്യം നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്. അവർ പറയുന്നു ബോച്ചെ ചെയ്ത കാര്യങ്ങൾ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗം അവരുടെ അടുത്തും നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളും ബോച്ചെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് എല്ലാവരും മറുപടി പറയുക. ഇന്നാൾ ഏതോ ഫേസ്ബുക്കിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഷോപ്പിൽ കയറി പഴംപൊരി എടുത്തിട്ട് പഴംപൊരി ഇങ്ങനെ ഒടിഞ്ഞു വീഴുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പഴംപൊരി എന്താ ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ക്ലിപ്പൊക്കെ ഞാനിതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ തമാശയായിരിക്കാം അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വേണമെങ്കിൽ മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല പറയുന്നുണ്ടാവുക. പക്ഷേ അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്നത് വല്ലാത്ത ഒരു ഇതായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അത് ഉൾക്കൊള്ളാൻ പറ്റണം, തമാശയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങളും സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ സത്യസന്ധമായ മറുപടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഞാനായാലും ആരായാലും നമ്മൾ സത്യം പറയുന്നവരുടെയും നല്ലത് പറയുന്നവരുടെയും മാത്രം സൈഡിൽ നിൽക്കുക, പണക്കാരുടെ മാത്രം സൈഡിൽ പോകാതിരിക്കുക. സത്യവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും പറയുന്നവരുടെ കൂടെ മാത്രം നിൽക്കുക. ആർക്കും ആരെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒന്നും തന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. ഞാനൊന്നും ഒരാളെയും അറിഞ്ഞുകൊണ്ട് ഇൻസൾട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ആ എഴുത്തുകാർ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയായിരിക്കാം. അതുപോലെ തന്നെ നമുക്കും ഉണ്ടാവുമല്ലോ ഓരോ ബോച്ചയെക്കുറിച്ചായാലും ആരെക്കുറിച്ചായാലും നമുക്കും അയാൾ പറയുന്നത് അയാൾ പറയുന്നത് നല്ല കാര്യമാണോ? അയാൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. എങ്കിലും ഇത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.